ഹായ് ഹലോ എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ജനുവരി മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ജനുവരി 1 തൊട്ട് ജനുവരി 12 വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സമയം ഒട്ടും കളയുന്നില്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അതിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: വെർ വാസ് ഇന്ത്യാസ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് ഇനാഗുറേറ്റഡ്? അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് എന്നാണ് ചോദ്യം. എവിടെയാണ്? അത് പൂനെയിലാണ്. ഇന്ത്യൻ ആർമിയും പുനീത് ബാലൻ ഗ്രൂപ്പും സംയുക്തമായാണ് പൂനെയിലെ ഭരണഘടനാ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. സതേൺ കമാൻഡ് ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ അജയ് കുമാർ സിംഗ് ആണ് പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. ഈ പാർക്ക് ലക്ഷ്യമിടുന്നത് ഭരണഘടനയോടുള്ള ആദരം, ദേശസ്നേഹം എന്നിവ ഉയർത്തുക എന്നുള്ളതാണ് ഈ പാർക്കിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് അതായത് ഭരണഘടനാ പാർക്ക് എവിടെയാണ്? പൂനെയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹരിയാനയിലെ സോനിപത്ത് ഒ പി ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഭരണഘടന ആയത് കാരണം ഭരണഘടന റിലേറ്റ് ചെയ്തുള്ള ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ്? ഇന്ത്യയിലെ തന്നെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല അത് നമ്മുടെ കേരളത്തിലാണ്. ഏതാണ്? കൊല്ലം ജില്ലയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ്? കൊല്ലം. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം: വെർ ഈസ് കേരളാസ് ഫസ്റ്റ് ലൈറ്റഡ് ബ്രിഡ്ജ് ലൊക്കേറ്റഡ്? അതായത് കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. എവിടെയാണത്? കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലെ ഫെറോക്കിലാണ്. അപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ് ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചിട്ടുള്ള പാലം സ്ഥിതി ചെയ്യുന്നത്. ഫെറോക്കിനെയും ചെറുവണ്ണൂരിനെയും ബന്ധിപ്പിച്ച് ചാലിയാറിന് കുറുകെ പണിത പാലം 1888ഓടെ പൊതുഗതാഗതത്തിന് തുറന്നു കൊടുക്കുകയായിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ വിഭാഗമാണ് പാലത്തിന് വൈദ്യുത ദീപാലങ്കാരം ഒരുക്കിയിട്ടുള്ളത്. RBDCക്ക് ആണ് പദ്ധതി നിർവഹണത്തിനുള്ള 1.65 കോടി രൂപ ചെലവഴിച്ചിട്ടുള്ളത് കേട്ടോ. ഈ പാലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫി പോയിന്റ് ഉണ്ട്. അവിടെ സെൽഫി പോയിന്റിന് പുറമെ തന്നെ വീഡിയോ വോള്, കഫറ്റീരിയ, സ്ട്രീറ്റ് ലൈബ്രറി, ഗാർഡൻ മ്യൂസിക്, കുട്ടികളുടെ പാർക്ക്, സൗജന്യ വൈഫൈ, VR ഹെഡ്സെറ്റ് മൊഡ്യൂള്, ടോയ്ലറ്റ് ബ്ലോക്ക്, നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് ട്രാഫിക് സിഗ്നൽ തുടങ്ങിയ സംവിധാനങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം എന്താണ്? വിച്ച് ഇന്ത്യൻ സിറ്റി വിൽ ഹോസ്റ്റ് ദ കൺട്രീസ് ഫസ്റ്റ് ജനറേറ്റ് ആൻഡ് AI കോൺക്ലേവ് ഇൻ 2024? അതായത് 2024 രാജ്യത്തെ ആദ്യ ജനറേറ്റീവ് AI കോൺക്ലേവിന് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ്? AI കോൺക്ലേവിന് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ് എന്നാണ് ചോദ്യം. അതേതാണ്? കൊച്ചിയാണ്. AI ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന ടാഗ്ലൈനുമായി ഗ്ലോബൽ AI ഉച്ചകോടി, അതായത് ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മിറ്റ്, GAIS, ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മിറ്റ്. അതിന് 2024 വേദിയായ ഇന്ത്യൻ നഗരം ഹൈദരാബാദ് ആയിരുന്നു. 2023 നവംബറിൽ ലോകത്ത് ആദ്യമായി നടന്ന AI സുരക്ഷാ ഉച്ചകോടിയുടെ വേദി ഇംഗ്ലണ്ടിലെ ബ്ലച്ചി പാർക്കായിരുന്നു. അപ്പോൾ 2024 രാജ്യത്ത് തന്നെ ആദ്യത്തെ ജനറേറ്റീവ് AI കോൺക്ലേവിന് വേദിയായ ഇന്ത്യൻ നഗരം അത് ഏതാണ്? കൊച്ചിയാണ്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം: വിച്ച് ഇസ് ദ സ്റ്റേറ്റ്സ് ഫസ്റ്റ് ഫുള്ളി ഡിജിറ്റൽ ലിറ്ററസി കോൺസ്റ്റിറ്റ്യുവൻസി? അതായത് സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ഏതാണ് എന്നാണ് ചോദ്യം. അത് ഏതാണ്? തളിപ്പറമ്പാണ് അല്ലേ. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ് ഇസ് എ ഫസ്റ്റ് ഫുള്ളി ഡിജിറ്റൽ ലിറ്ററസി കോൺസ്റ്റിറ്റ്യുവൻസി. അതായത് സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നഗരം എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയാണ്. ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നഗരം. ഇത് ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമാണ് ചോദിച്ചിരിക്കുന്നത്. തളിപ്പറമ്പാണ്. ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നഗരം ഏതാണ്? എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയാണ്. രാജ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരാണ്. രാജ്യത്ത് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനം കേരളമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അല്ലെ. രാജ്യത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്തും അത് കേരളത്തിൽ തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരാണ്. അതുപോലെ തന്നെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നഗരം എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയാണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പാണ്. അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യമാണ്. വിച്ച് പോർട്ടൽ ഈസ് യൂസ്ഡ് ഫോർ ദ സേഫ്റ്റി ഓഫ് വിമൻ ഇൻ വർക്ക് പ്ലേസസ്? അതായത് തൊഴിലിടങ്ങളിലെ
സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പോർട്ടൽ, ആ പോർട്ടലിന്റെ പേര് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വർക്ക് പ്ലേസസിൽ സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പോർട്ടൽ, ആ പോർട്ടലിന്റെ പേര് എന്താണ്? ഷീ ബോക്സ് പോർട്ടൽ എന്നാണ് കേട്ടോ. തൊഴിലിടങ്ങളിൽ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പോർട്ടലിന്റെ പേരെന്താണ്? ഷീ ബോക്സ് പോർട്ടൽ എന്നാണ്. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമാണ് ഇത്, ഷീ ബോക്സ് എന്ന് പറയുന്നത്. ഷീ ബോക്സ്. ഓക്കെ. രാജ്യവ്യാപകമായി രൂപവൽക്കരിച്ച ഇന്റേണൽ കമ്മിറ്റികളുമായും ലോക്കൽ കമ്മിറ്റികളുമായും ബന്ധപ്പെട്ട വിവരങ്ങളുടെ ഒരു കേന്ദ്രീകൃത ശേഖരമായാണ് ഷീ ബോക്സ് പ്രവർത്തിക്കുന്നത്. വനിതാ ശിശുക്ഷേമ മന്ത്രി അന്നപൂർണ ദേവിയാണ് പോർട്ടൽ ഉദ്ഘാടനം ചെയ്തത്. സർക്കാർ സ്വകാര്യ മേഖലകളും ഇതിന്റെ പരിധിയിലാണ് വരുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ഇടുക്കി വിച്ച് ഹോൾഡ്സ് ദ ഹോണർ ഓഫ് ബീങ് ദ ലാർജസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള? അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന ബഹുമതി സ്വന്തമാക്കിയ ഇടുക്കി, അല്ലെ, ഇടുക്കിയുടെ വിസ്തീർണം എത്രയാണ് എന്നാണ് ചോദ്യം, അല്ലെ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ഇടുക്കി വിച്ച് ഹോൾഡ്സ് ദ ഹോണർ ഓഫ് ബീങ് ദ ലാർജസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള? അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണെന്ന് മനസ്സിലായി. ഇതിന്റെ വിസ്തീർണമാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 4612 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇടുക്കിയുടെ വിസ്തീർണം എന്ന് പറയുന്നത്. വലിപ്പത്തിൽ പാലക്കാടിനെ മറികടന്നാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന ബഹുമതി സ്വന്തമാക്കിയിരിക്കുന്നത്, അല്ലെ. റവന്യൂ രേഖകളിൽ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിന്റെ ഏതാനും ഭാഗങ്ങൾ ഭരണ സൗകര്യത്തിനായി ഇടമലക്കുടി വില്ലേജിലേക്കും കൂട്ടിച്ചേർത്തോടുകൂടിയാണ് ഇടുക്കി എങ്ങനെ ഒന്നാമതെത്തിയത് കേട്ടോ. 1997 മുൻപ് ഇടുക്കി തന്നെയായിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല. 1997 മുൻപ്. 1997 കുട്ടമ്പുഴ വില്ലേജിനെ എറണാകുളം ജില്ലയോട് ചേർത്തോടെ ഇടുക്കിയുടെ വലിപ്പം കുറയുകയും പാലക്കാട് ഒന്നാമതെത്തുകയാണ് ചെയ്തത്. ഓക്കെ. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, ഹു ഹാസ് ബീൻ റീസെന്റ് അപ്പോയിന്റഡ് ആസ് ദ ഗവർണർ ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ഡിസംബർ 2024? അല്ലെ, ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്തത്? ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്ര ഹാസ് ബീൻ റീസെന്റ് അപ്പോയിന്റഡ് ആസ് ദ ഗവർണർ ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ഡിസംബർ 2024. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം, ഓം പ്രകാശ് ചൗധല ഹു പാസ്ഡ് അവേ വാസ് ദ ഫോമർ ചീഫ് മിനിസ്റ്റർ ഓഫ് വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു? മുൻപത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ഓം പ്രകാശ്. ഏത് സ്റ്റേറ്റിലായിരുന്നു? ഹരിയാനയിലായിരുന്നു കേട്ടോ. ദ റൈറ്റ് ആൻസർ ഈസ് ഹരിയാന. ഹരിയാന എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്? രൂപീകരിച്ച വർഷം 1966 നവംബർ 1-നാണ്, അല്ലെ. തലസ്ഥാനം ചണ്ഡീഗഡാണ്. ഔദ്യോഗിക മൃഗം ഏതാണ്? കൃഷ്ണമൃഗമാണ്, അല്ലെ. ബ്ലാക്ക് ബക്ക്. ഔദ്യോഗിക പക്ഷി ബ്ലാക്ക് ഫ്രോങ്കോളിൻ. ഔദ്യോഗിക പുഷ്പം താമര. ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ്, അല്ലെ. പുരാതന കാലത്ത് ഹരിയാന അറിയപ്പെട്ടത് ബഹുധാന്യക എന്ന പേരിലായിരുന്നു. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഹരിയാന. ഇന്ത്യയുടെ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്നുണ്ട്. പൊതുവിതരണത്തിന് സ്മാർട്ട് കാർഡ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അത് ഹരിയാനയാണ്. ടൂറിസ്റ്റ് കോംപ്ലക്സുകൾക്ക് പക്ഷികളുടെ പേര് നൽകിയിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. പ്രശസ്തമായ സൂരജ്കുട്ട് കരകൗശലമേള നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന. അതായത് 879:1000 ആ രീതിയിലാണ് അവിടെ എന്ത് വരുന്നത്? സ്ത്രീ പുരുഷാനുപാതം വരുന്നത്. വികലാംഗർ എന്ന പദം നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അത് ഹരിയാനയാണ്. വികലാംഗർ എന്ന പദം നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ഹരിയാനയാണ്. വീട്ടില് ശൗചാലയം ഇല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതിന് വിലക്കുള്ള സംസ്ഥാനം അത് ഹരിയാനയാണ്. അല്ല, എന്താണല്ലേ? വീട്ടില് ടോയ്ലറ്റ് ഇല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്കുള്ള സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. എല്ലാ വോട്ടർമാർക്കും തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. അതുപോലെ തന്നെ മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർവൽക്കരിച്ച ഇന്ത്യൻ സംസ്ഥാനം അത് ഹരിയാനയാണ്. മൊബൈൽ കോടതി നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. അപ്പോൾ ഈ മൊബൈൽ അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ആദ്യമായിട്ട് നടത്തുന്ന ഹരിയാനയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്മാർട്ട് കാർഡ്, അല്ലേ. അതായത് പൊതുവിതരണത്തിന് സ്മാർട്ട് കാർഡ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം, മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം, എല്ലാ വോട്ടർമാർക്കും തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം, മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർവൽക്കരിച്ച ഇന്ത്യൻ സംസ്ഥാനം, മൊബൈൽ കോടതി നിലവിൽ വന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം എല്ലാം ഏത് തന്നെയാണ്? ഹരിയാന തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഹരിയാന തന്നെയാണ്. ഏറ്റവും വനം വിസ്തൃതി കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാനയോട്. നമ്മൾ പറഞ്ഞല്ലോ ആദ്യത്തെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ്. രണ്ടാമത്തെ എന്തായിരിക്കും? അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഭാഷയാണ്, തമിഴാണ് കേട്ടോ. അപ്പോൾ ഹരിയാനയുടെ രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് തമിഴാണ്.
പാനിപ്പട്ട് യുദ്ധങ്ങൾക്ക് വേദിയായിട്ടുള്ള സംസ്ഥാനമാണ് ഹരിയാന എന്ന് പറയുന്നത്. മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്ര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. ഇന്ത്യയിലെ ട്രാക്ടർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ്. മുഴുവൻ ഗ്രാമങ്ങളും വൈദ്യുതീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ്? ഹരിയാന തന്നെയാണ്. ഗ്രാമീണ സമ്പന്നന്മാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് ഹരിയാന. വിളകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലിഫ്റ്റ് ഇറിഗേഷൻ നടപ്പിലാക്കിയ സംസ്ഥാനവും ഏത് തന്നെയാണ്? ഹരിയാന തന്നെയാണ്. ഹരിയാന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഹരിയാന എന്താണ്? ദൈവത്തിന്റെ വാസസ്ഥലം എന്നാണ് ഹരിയാന എന്ന വാക്കിന്റെ അർത്ഥം. പഞ്ചാബിനെ വിഭജിച്ച് രൂപീകരിച്ച സംസ്ഥാനമാണ് ഹരിയാന. പഞ്ചാബ് സംസ്ഥാന പുനർനിർണയ പാർലമെന്റ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? സർദാർ ഹുക്കും സിംഗ് ആയിരുന്നു. തവിട്ട് കഴുകന്മാരുടെ പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും ഹരിയാന തന്നെയാണ്. ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരവും ഏത് തന്നെയാണ്? ഹരിയാന സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. പെൺകുട്ടികളുടെ സുരക്ഷിതത്വത്തിനും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമായി ഹരിയാന സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ആപ്കി ബേട്ടി ഹമാരി ബേട്ടി. ആപ്കി ബേട്ടി ഹമാരി ബേട്ടി എന്ന് പറയുന്നത് എന്താണ്? പെൺകുട്ടികളുടെ സുരക്ഷിതത്വത്തിനും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമായി ഹരിയാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആപ്കി ബേട്ടി ഹമാരി ബേട്ടി. മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെ പാരിതോഷികം പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം അത് ഹരിയാനയാണ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ഹരിയാനയിലെ ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു? സാക്ഷി മാലിക് ആയിരുന്നു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഹോർട്ടിക്കൾച്ചർ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് ഹരിയാനയിലാണ്. ആദ്യ ആയുഷ് യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് ഹരിയാനയിലാണ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ ദ്രാവക നൈട്രജൻ ഉപയോഗിക്കുന്നത് വിലക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ദ്രാവക നൈട്രജൻ ഉപയോഗിക്കുന്നത് വിലക്കിയ സംസ്ഥാനം ഏത് തന്നെയാണ്? ഹരിയാന തന്നെയാണ്. ഹെപ്പറ്റൈറ്റിസ് സി രോഗം തുള്ളിമരുന്നിലൂടെ ഇല്ലാതാക്കാൻ നടപടിയെടുത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം അത് ഹരിയാനയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുന്ന ആദ്യ സംസ്ഥാനം ഏത് തന്നെയാണ്? ഹരിയാന തന്നെയാണ്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. വിച്ച് കൺട്രി അനൗൺസ്ഡ് ദ ലോഞ്ച് ഓഫ് വിസ ഫ്രീ ട്രാവൽ ഫോർ ഇന്ത്യൻ ടൂറിസ്റ്റ് സ്റ്റാർട്ടിംഗ് ഇൻ 2025? അല്ലെ, വിച്ച് കൺട്രി അനൗൺസ്ഡ് ദ ലോഞ്ച് ഓഫ് വിസ ഫ്രീ ട്രാവൽ ഫോർ ഇന്ത്യൻ ടൂറിസ്റ്റ്. ഇന്ത്യൻ ടൂറിസ്റ്റിന് വിസ വേണ്ട ഈ രാജ്യത്തേക്ക് പോകണമെങ്കിൽ 2025 തൊട്ടിട്ട്. അപ്പോൾ അത് ഏത് രാജ്യമാണ് എന്നാണ് ചോദ്യം. ഏത് രാജ്യമാണ്? റഷ്യയാണ് കേട്ടോ. റഷ്യ അനൗൺസ്ഡ് ദ ലോഞ്ച് ഓഫ് വിസ ഫ്രീ ട്രാവൽ ഫോർ ഇന്ത്യൻ ടൂറിസ്റ്റ് സ്റ്റാർട്ടിംഗ് ഇൻ 2025. അവസാനത്തെ ചോദ്യം, 10ാമത്തെ ചോദ്യം. ഹു ഈസ് ദ സെക്കൻഡ് ഇന്ത്യൻ പ്ലെയർ ടു ടേക്ക് മോസ്റ്റ് ടെസ്റ്റ് വിക്കറ്റ്? അതായത് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് വിക്കറ്റ് നേടിയിട്ടുള്ള 2ാമത്തെ ഇന്ത്യൻ പ്ലെയർ ആരാണ് എന്നാണ് ചോദ്യം. ഈ ഇടയ്ക്കാണ് അദ്ദേഹം വിരമിച്ചത്. രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നും ഈ ഇടയ്ക്കാണ് അദ്ദേഹം വിരമിച്ചത്. ഡിസംബർ 18 തോന്നുന്നു. അപ്പോൾ ആരാണത്? ആർ അശ്വിനാണ് അല്ലേ. 1.5 പതിറ്റാണ്ടോളം ഇന്ത്യൻ സ്പിന്നറുടെ നായകനായി നിറഞ്ഞുനിന്ന ഓഫ് സ്പിന്നർ ആർ അശ്വിൻ ഡിസംബർ 18 രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിലെ 3ാം മത്സരത്തോടെയാണ് 14 വർഷത്തെ രാജ്യാന്തര ക്രിക്കറ്റ് കരിയറിന് 38-കാരൻ അശ്വിൻ അപ്രതീക്ഷിത വിരാമം വിട്ടത്. ടെസ്റ്റിൽ 537 വിക്കറ്റും 6 സെഞ്ചുറികളും സ്വന്തമായുള്ള അശ്വിനാണ് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് വിക്കറ്റ് നേടിയിട്ടുള്ള 2ാമത്തെ ഇന്ത്യൻ താരം. 2010 രാജ്യാന്തര ക്രിക്കറ്റിലെത്തിയ തമിഴ്നാട് താരം ഇന്ത്യക്കായി 106 ടെസ്റ്റുകളും 116 ഏകദിനങ്ങളും 65 2020 മത്സരങ്ങളും കളിച്ചിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട് താരമാണ്. 2010 രാജ്യാന്തര ക്രിക്കറ്റിലെത്തിയത്. ഇന്ത്യക്കായിട്ട് 106 ടെസ്റ്റുകളും 116 ഏകദിനങ്ങളും 65 2020 മത്സരങ്ങളും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ടെസ്റ്റിലെ ഏറ്റവും അധികം തവണ പ്ലെയർ ഓഫ് ദി സീരീസ് നേടിയ താരം എന്ന റെക്കോർഡിനും അദ്ദേഹം ഉടമയാണ് അല്ലെ. 11 തവണയാണ് അദ്ദേഹം ആ റെക്കോർഡ് നേടിയത്. ഏറ്റവും അധികം തവണ പ്ലെയർ ഓഫ് ദി സീരീസ് നേടിയ താരവും ആര് തന്നെയാണ്? ആർ അശ്വിൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് റെക്കോർഡുകളുണ്ട് അല്ലേ. ഏറ്റവും കൂടുതൽ ടെസ്റ്റ് വിക്കറ്റ് നേടിയ 2ാമത്തെ ഇന്ത്യൻ താരവും ഏറ്റവും അധികം തവണ ടെസ്റ്റിലെ ഏറ്റവും അധികം തവണ പ്ലെയർ ഓഫ് ദി സീരീസ് നേടിയ ഇന്ത്യൻ താരവും ആര് തന്നെയാണ്? ആർ അശ്വിൻ തന്നെയാണ്. 11 തവണയാണ് കേട്ടോ പ്ലെയർ ഓഫ് ദി സീരീസ് എന്നുള്ള റെക്കോർഡ് നേടിയത്. 2011 ഏകദിന ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിലും 2013 ചാമ്പ്യൻസ് ട്രോഫി നേടിയ ടീമിലും അംഗമായ അശ്വിൻ ടെസ്റ്റ് വിക്കറ്റ് വേട്ടയിൽ ലോകത്ത് തന്നെ 7ാം സ്ഥാനത്തുള്ള താരമാണ്. ഓക്കെ, അദ്ദേഹം എന്നാണ് വിരമിച്ചത്? ഡിസംബർ 18 അദ്ദേഹം രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത്.
ഓക്കെ, അപ്പം നമ്മൾ ജനുവരിയിലെ ആദ്യത്തെ ആഴ്ചയിലെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ജനുവരി 1 തൊട്ട് 12 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയത്. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുള്ളൊരു ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേൺ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം നമുക്കറിയാം, നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 2024 ഫുൾ കറണ്ട് അഫയേഴ്സ്, ഇയർലി കറണ്ട് അഫയേഴ്സ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും ഉപകരിക്കും. മന്ത്ലി കറണ്ട് അഫയേഴ്സും വീക്ക്ലി കറണ്ട് അഫയേഴ്സും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളുണ്ടെങ്കിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.